ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഊണ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഊണ് കഴിക്കാൻ പോകുന്നേ ഇല്ലായിരിക്കും. എന്തായാലും ഊണിൻ്റെ ഒരു സമയമാണ് നമ്മളിപ്പോൾ തമ്മിൽ കാണുന്നത്. നമ്മൾ തമ്മിൽ കാണുന്നത് വെച്ചാൽ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ബേസ് ചെയ്ത്, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ബേസ് ചെയ്തിട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് നല്ല മധുരമുള്ളൊരു പായസം കുടിച്ചാലോ, നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കുറുകിയ നമ്മുടെ പായസം. കഴിഞ്ഞ ദിവസം ഒരു പായസത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടമായി എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് പാൽപ്പായസമായിട്ടും ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മളുടെ ചക്കക്കുരുവിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു പാൽപ്പായസം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയത്ത് ഒന്ന് കൊതിപ്പിക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് വന്നത്. അപ്പോൾ എല്ലാവരും ചക്കക്കുരു ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോളൂ. 1 ലിറ്റർ പാലും കുറച്ച് ചക്കക്കുരും കുറച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പായസം കുടിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചക്കക്കുരു പായസം ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 250 ഗ്രാം ചക്കക്കുരു 2 വിസിൽ വരുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രൗൺ തൊലി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ബ്രൗൺ തൊലിയോടുകൂടി തന്നെയാണ് ഈ പായസം റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് പ്യുവർ വൈറ്റ് പായസം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മളൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാൻ ഒരുപാട് മധുരമുള്ള രീതിയിൽ പായസം ചെയ്യാറില്ല. ചെറിയൊരു മധുരമുള്ള രീതിയിലാണ് പായസം ചെയ്യുക, ഒരു മീഡിയം മധുരത്തിൽ. പിന്നെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇത് ചവ്വരി നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. തിളച്ച വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ്. മുഴുവൻ വേവിച്ചിട്ടുള്ള ഒരു 3/4 ഭാഗമേ വേവിച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കുക്കിംഗ് നമ്മുടെ പാലിൽ കിടന്നിട്ടാണ് ചവ്വരി വേവേണ്ടത്. അപ്പോൾ ഇത് 3 ടേബിൾ സ്പൂൺ ചവ്വരി ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചക്കക്കുരു ഒന്ന് ഉടച്ചെടുക്കാം. അതുപോലെ തന്നെ പാലും തിളപ്പിക്കാൻ വയ്ക്കാം. അതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് ഉടച്ചെടുത്തിട്ടില്ല. നന്നായിട്ടെന്ന് ഞാൻ പറഞ്ഞ് ശീലിച്ചു പോയതുകൊണ്ട് വീണ്ടും പറയുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടയ്ക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്ക് കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉടച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നെയ്യിലൊന്ന് വരട്ടിയെടുക്കണം. അതിന് ശേഷം വേണം നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാൻ. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് നെയ്യ് വേണ്ട, ഒരു 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഉണ്ടല്ലോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനെ ഒന്ന് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഒരുപാട് കളറൊന്നും മാറിപ്പോകരുത്. ആ നെയ്യൊക്കെ ഒന്ന് നമ്മുടെ ചക്കക്കുരുവിലേക്ക് നന്നായി പിടിച്ച് വരണം. ആ രീതിയിലൊന്ന് വരട്ടിയെടുക്കുക. നെയ്യുടെ ഫ്ലേവർ ചക്കക്കുരുവിലേക്ക് പിടിച്ചു വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വരട്ടിയിട്ട് ചെയ്യുന്നത്. നമ്മുടെ ചക്കക്കുരു പ്രഥമനാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അന്ന് ചക്കക്കുരുവിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് വേഗത്തിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതുണ്ടോ, വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക, ചെറുതാക്കുക. അപ്പോൾ പിന്നെ പാലിൽ കിടന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് കുക്കാവും കേട്ടോ. അതിനനുസരിച്ച് വേണം നമ്മൾ ചക്കക്കുരു വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒന്ന് നന്നായിട്ട് ചൂടായി ഒന്ന് നെയ്യൊക്കെ അബ്സോർബ് ചെയ്ത് വരട്ടെ. ഇപ്പോൾ തന്നെ നെയ്യൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് ആ നെയ്യുടെ ഫ്ലേവറൊക്കെ ചക്കക്കുരുവിലേക്ക് നന്നായിട്ട് പിടിച്ചു വരണം. ആ രീതിയിലൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചക്കക്കുരു മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിളപ്പിച്ച പാല് ബർണറിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ചക്കക്കുരു ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചവ്വരി ഒന്നുകൂടി വേവാനുണ്ട്. അപ്പോൾ ആ വേവ് ഒന്ന് കറക്റ്റ് ആവാനാണ് നമ്മൾ തിളച്ച പാലിലേക്ക് ആദ്യം ചവ്വരി തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചവ്വരി വേവിച്ചിട്ട് ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് നന്നായിട്ട് കഴുകി വെച്ചിരുന്നതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചവ്വരിക്ക് പശ കൂടുതലാണ്. ആ പശ ഒന്ന് മാറി കിട്ടാനായിട്ട് നമ്മളൊന്ന് വേവിച്ച ഉടനെ തന്നെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുക. അപ്പോൾ ആ ഒരു അരിപ്പയുടെ ഷേപ്പിൽ തന്നെ ആയിപ്പോയി ചവ്വരി വെച്ച് വന്നപ്പോൾ. അതൊന്ന് ഉടച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ലാസ്റ്റേ ചേർക്കുള്ളൂ. ചക്കക്കുരുവിൻ്റെ വേവും ചവ്വരിയുടെ വേവും കറക്റ്റായിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാൻ. ഇല്ലെങ്കിൽ ചക്കക്കുരുവും ചവ്വരിയും കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടിയിരിക്കുന്നതാണ്. ചവ്വരിയുടെ വേവ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പാലിൽ തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ട് പഞ്ചസാര ചേർക്കുക. ആദ്യമേ പഞ്ചസാര ആയാലും ശർക്കര ആയാലും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ പായസത്തിൽ ഉദ്ദേശിക്കുന്നത് അതൊന്നും വെന്ത് കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പരിപ്പാണെങ്കിലും ചെറുപയറാണെങ്കിലും ഒക്കെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാലേ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചവ്വരിയൊക്കെ ഉപ്പൊന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ.
പിന്നെ ചക്കക്കുരുവിൻ്റെ ബ്രൗൺ തൊലിയിലാണ് ഗുണങ്ങളെല്ലാം കൂടുതലുള്ളത്. നമ്മൾ ക്യാൻസറൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ നമ്മുടെ ചക്കക്കുരുവിൻ്റെ ബ്രൗൺ തൊലിയിലാണെന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ബ്രൗൺ തൊലി കളയാതെ തന്നെ പായസം ഉണ്ടാക്കുക. നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ലേ, പുറത്തേക്ക് ആർക്കും കൊടുക്കാനൊന്നും അല്ലല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗസ്റ്റിനൊക്കെ പ്രസൻറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രൗൺ തൊലിയൊക്കെ മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പായസം റെഡിയാക്കാം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് മാത്രമാകുമ്പോൾ നമ്മൾ ബ്രൗൺ തൊലിയൊന്നും മാറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രൗൺ തൊലി മാറ്റണ്ട എന്നുള്ളത്. പിന്നെ വേവിച്ചിട്ട് ചൂട് മാറി കഴിയുമ്പോൾ ബ്രൗൺ തൊലി മാറ്റണം എന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. അതൊന്ന് കൈകൊണ്ട് പതുക്കെ തെന്നിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാറി കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു ചൂടോടെ ഉടച്ചെടുക്കുകയാണ് നമുക്ക് ഉടയ്ക്കാൻ എളുപ്പം. ചൂട് മാറിയിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. തൊലിയൊക്കെ മാറ്റി വരുമ്പോൾ ചിലപ്പോൾ ഉടഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ട് വരും. നന്നായിട്ട് കുഴഞ്ഞു പോകുന്ന രീതിയിൽ ചക്കക്കുരു വേവിക്കേണ്ടി വരും. അതിനും നല്ലത് നമുക്ക് ആ ബ്രൗൺ തൊലിയോടുകൂടി തന്നെ പായസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ക്യാരമലൈസ് ചെയ്ത് ചേർത്ത് പിങ്ക് പാലടയുടെ കളറൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. എല്ലാ പായസത്തിലും നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോൾ ഇതാ നമ്മുടെ ചൗരിയൊക്കെ ഇതാ റെഡിയായി വരുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ആയിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് ഓരോന്നിൻ്റെയും അളവ് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാതെ വരുമ്പോഴാണ് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞില്ലല്ലോ ഇത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഇതിലേക്കും തേങ്ങാക്കൊത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങാക്കൊത്തിന് പകരമായിട്ടാണ് ചൗരി ചേർത്തിട്ടുള്ളത്. എന്തെങ്കിലും നമുക്കൊന്ന് കടിക്കാൻ കിട്ടിയാൽ മതിയല്ലോ, ഇന്ന സാധനം തന്നെ വേണമെന്നില്ല. ചൗരി ഇല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിൽ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചൗരിയൊക്കെ ട്രാൻസ്പെറൻ്റ് ആയി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരം അനുസരിച്ചെന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ 3/4 കപ്പ് മുഴുവൻ ചേർത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് വലിയ പ്രോസസ്സൊന്നും അല്ല കേട്ടോ ഈ ഒരു പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ കുക്കറിൽ ചക്കക്കുരുവും വേവിച്ച് അതുപോലെ തന്നെ വേറൊരു പാനിൽ നമ്മൾ കുറച്ച് ചൗരിയും വേവിക്കാൻ വെച്ച് പാലും തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേഗം കഴിയുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു പാൽ പായസത്തിൻ്റെ. നമ്മുടെ ശർക്കര പായസത്തിൻ്റെ അത്രയും സമയമൊന്നും എടുക്കില്ലല്ലോ, വളരെ എളുപ്പം കഴിയും. പാല് തിളയ്ക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മതി നമുക്ക്. അപ്പോൾ നമ്മുടെ പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഇനി ചക്കക്കുരു ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ചക്കക്കുരു കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്, കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, അതൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് പായസം റെഡിയാക്കി എടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി. വലിയ ബുദ്ധിമുട്ടുള്ള പായസമല്ല ഇത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചക്കക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉടനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചക്കക്കുരുവിൻ്റെ ആ ഒരു മുകളിലുള്ള വൈറ്റ് തൊലി മാത്രം മാറ്റിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചില റെസിപ്പീസൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവൊക്കെ ഇപ്പോൾ പാലിലേക്ക് മിക്സ് ആയി തുടങ്ങുന്നുണ്ട്. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. അപ്പോഴാണ് നമ്മുടെ പായസം ഒന്ന് കുറുകി വരിക. ആ കുറുകി കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാനപ്പോൾ മധുരം ചെക്ക് ചെയ്തപ്പോൾ മധുരം കുറവായിരുന്നു. അപ്പോൾ ഈ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാര മുഴുവൻ ചേർക്കാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിനി ചേർക്കുന്നത് നമ്മുടെ ഏലക്കപ്പൊടി ഉണ്ടല്ലോ, 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഏലക്കയുടെ ഫ്ലേവർ നമ്മുടെ പായസത്തിലേക്ക് ഇപ്പോഴേ പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം കുറുകിയ പായസം വേണം എന്നുള്ളതനുസരിച്ച് ഈ ഒരു പായസം തിളപ്പിച്ചെടുക്കാം കേട്ടോ. ചില ആളുകൾക്ക് കുറച്ച് കുറുകിയ പായസമായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിക്കുന്ന പാകത്തിൽ വലിച്ചു കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു പായസമായിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്തുക. ഞാനൊരു ഇത്തിരിയും കൂടി കുറുക്കിയെടുക്കുന്നുണ്ട്, ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ കുറുകി വന്നോളും. അപ്പോൾ ചൂട് മാറി വരുമ്പോൾ വീണ്ടും കുറുകും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് കട്ടിയായിട്ട് കുറുക്കിയെടുക്കാതെ ഒന്ന് മീഡിയം
തിക്നെസ്സിൽ കുറുക്കിയെടുക്കുന്നത്. ഇപ്പോൾ കാണുമ്പോൾ വെറുതെ വെള്ളം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും പായസം, പക്ഷെ കുറച്ച് ഒന്ന് കഴിയുമ്പോൾ അത് കുറുകി വരും കേട്ടോ, ചൂടൊന്ന് മാറി വരുമ്പോൾ. ചവ്വരിയുടെ കുറുകലും അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ കുറുകലും എല്ലാം കൂടി വരുമ്പോൾ നമ്മുടെ പായസം തിക്കായി വരും. അതിനനുസരിച്ച് നമ്മൾ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനിയിപ്പോൾ 2 മിനിറ്റും കൂടി ഞാൻ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ചവ്വരിയൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കാം. ഞാനപ്പോൾ നേരത്തെ ചക്കക്കുരു വഴറ്റിയ ആ ഒരു പാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഇത്ര അളവൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ നെയ്യിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടായി വരുമ്പോൾ തന്നെ, നെയ്യ് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നെയ്യൊന്നും ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ കാഷ്യൂനട്ട് വേഗം കരിഞ്ഞു പോകും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തേങ്ങക്കൊത്താണ് ചവ്വരിക്ക് പകരം ചേർക്കുന്നതെങ്കിൽ ആദ്യം തേങ്ങക്കൊത്തൊന്ന് ഹാഫ് ഫ്രൈ ചെയ്യുക. അതിനുശേഷം തേങ്ങക്കൊത്തിൻ്റെ കളർ ചേഞ്ച് ആയി തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കാഷ്യൂനട്ട് കറക്റ്റായിട്ട് കുക്കായി വരില്ല, തേങ്ങക്കൊത്ത് കരിഞ്ഞും പോകും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാഷ്യൂനട്ട് ചേർത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ഒന്ന് കുക്കായി തുടങ്ങട്ടെ. ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാൽപ്പായസം ആയതുകൊണ്ട് നമ്മുടെ കറുത്ത മുന്തിരി ചേർത്താലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വെളുത്ത മുന്തിരിയും ചേർക്കാം, കറുത്ത മുന്തിരിയും ചേർക്കാം. കുറച്ച് നെയ്യൊക്കെ കണ്ടോ കൂടുതലുണ്ട്. നമ്മൾ കുറച്ച് നെയ്യ് കൂടുതൽ ചേർക്കുമ്പോഴാണ് നമ്മുടെ പായസത്തിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി റൈസിൻസ് ഒന്ന് വീർത്ത് വരുമ്പോൾ നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ കളറും കറക്റ്റ് ആയിട്ടുണ്ടാവും. ബ്ലാക്ക് പാൻ ആയതുകൊണ്ടാണ് കേട്ടോ റൈസിൻസ് കറക്റ്റായിട്ട് കാണാൻ പറ്റാതെ വരുന്നത്. നമ്മൾ പായസത്തിലേക്ക് ചേർക്കുമ്പോൾ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടോ നമ്മുടെ റൈസിൻസൊക്കെ ഒന്ന് വീർത്ത് വരുന്നുണ്ട്. ഇത്രയും മതി. കാഷ്യൂനട്ടിൻ്റെ കളർ വല്ലാതെ മാറിപ്പോയിട്ടില്ല. ഇനി നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും മാറ്റി വെച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യോടുകൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം പാലിൻ്റെ പാടയൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാട നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേ കറക്റ്റായിട്ട് പായസത്തിൻ്റെ ചൂട് മാറി പായസം ഒന്ന് കുറുകി കറക്റ്റ് ആവുള്ളൂ. പാട ഇങ്ങനെ മുഴുവനായിട്ട് മുകളിൽ വന്ന് നിന്നുണ്ടെങ്കിൽ പായസത്തിൻ്റെ ചൂട് മാറി വരില്ല കേട്ടോ. ഈ ഒരു പായസമാണെങ്കിലും ചൂടോടുകൂടി കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഇളം ചൂടിൽ, ചെറിയൊരു ചൂടിൽ കഴിക്കാം കേട്ടോ. എപ്പോഴും പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല ചൂടിൽ കഴിക്കരുത്. ഏത് പായസമാണെങ്കിലും ഒരു ഇളം ചൂടിൽ കഴിക്കുക, അല്ലെങ്കിൽ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് കഴിക്കുക. അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.